നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊടും ചൂടിൽ കേരളം ഒരുങ്ങുമ്പോൾ തലസ്ഥാനത്ത് തീപിടുത്തം. മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കത്തിപ്പടർന്ന തീ അനിയന്ത്രിതമായതോടെ അഗ്നിശമന സേന വന്ന് തീ അണയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരം പൗടിക്കോണം എന്ന പ്രദേശത്താണ് സമീപവാസികളെ ഭീതിയിലാഴ്ത്തി മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് തീ ആളിപ്പടർന്നത്. നാട്ടുകാർ ഓടിക്കൂടി പല വിധത്തിലും തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമാവുകയായിരുന്നു. ശേഷം അഗ്നിശമന സേന വിഭാഗം വന്ന് തീ അണച്ചാണ് വരാനിരുന്ന വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. കൊടും ചൂടിൽ സൂര്യതാപമേറ്റ് പേപ്പർ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്നും തീ രൂപപ്പെടുകയും അത് കത്തിപ്പടരുകയുമായിരുന്നു എന്ന് വിലയിരുത്തുന്നു. വേനൽ അടുത്തതോടെ താപനില അനിയന്ത്രിതമായി ഉയർന്നത് സംസ്ഥാനത്ത് പലയിടത്തും തീപിടുത്ത ഭീഷണികൾ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് 50-ലധികം തീപിടുത്തങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. നെയ്യാറ്റിൻകരയിൽ ഷീറ്റിലെ മേൽക്കൂരയുള്ള വീട്ടിൽ താപമിറങ്ങി ഫ്രിഡ്ജിൽ നിന്നും തീ പടർന്ന് വീട് മുഴുവൻ കത്തി നശിച്ചത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. കൂടിയ താപനിലയിൽ വിവിധ സ്ഥാപനങ്ങളിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് നഷ്ടമുണ്ടായതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും വീടുകളിലും മാത്രമല്ല, കൃഷിയിടങ്ങളിലും വനാന്തരങ്ങളിലും തീപിടുത്തത്തിന്റെ തോതും തീവ്രതയും വളരെ കൂടുതലാണെന്നും കണക്കുകൾ തെളിയിക്കുന്നു. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള താപനം എല്ലാ മേഖലകളെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും താപനില ഉയരുന്ന കാലാവസ്ഥയിൽ ജാഗ്രത പുലർത്താൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാനും ദുരന്ത നിവാരണ സമിതി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇലക്ട്രിക് ഉപകരണങ്ങളും മറ്റും ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും അയൺ ബോക്സ്, ഫ്രിഡ്ജ് തുടങ്ങിയവയും മൊബൈൽ ഫോണുകളുമെല്ലാം താപം അമിതമാകാതെ ഓഫാക്കി വെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, തലസ്ഥാന നഗരിയിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് പടർന്ന തീപിടുത്തം റോഡ് സൈഡുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിടുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തി റോഡ് സൈഡുകളിലും കൂടുതൽ സൂര്യതാപമേൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും പരമാവധി മാലിന്യ നിക്ഷേപം നടത്തരുതെന്നും സർക്കാർ സംവിധാനങ്ങളും ദുരന്ത നിവാരണ വകുപ്പും നിഷ്കർഷിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി 50-ലധികം പേരാണ് സൂര്യതാപമേറ്റ് മരണപ്പെട്ടത്. മാത്രമല്ല, ജലദൗർലഭ്യവും മനുഷ്യരെയും ജന്തുക്കളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.